എൻ്റെ പൊന്നു ചേച്ചിയെ എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും പാലപ്പം റെഡി ആവുന്നില്ല. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കി, സോഫ്റ്റ് ആവുന്നില്ല. ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഫോളോ ചെയ്തു. ഞാൻ ഗ്യാരണ്ടിയാണ്, ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് പോലും നല്ല പാലപ്പം ഉണ്ടാക്കാം. പാലപ്പവും ചിക്കൻ സ്റ്റൂ ഒന്നും ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ബെൻസിയെ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ആദ്യമായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്യേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ വീട്ടിലെ വിഭവം. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെറ്റ്മിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. എല്ലാവരും ചോദിക്കുന്നതാണ് ക്രിസ്മസ് സ്പെഷ്യൽ എന്തിയെ, ക്രിസ്മസ് സ്പെഷ്യൽ ഇടൂ, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്, കമന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കാം, പാലപ്പവും ഒരു ചിക്കൻ സ്റ്റൂ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുവരെ പാലപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവര് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് ട്രൈ ചെയ്തു. ഞാൻ ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പാലപ്പം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് 1/2 ടീസ്പൂൺ ഈസ്റ്റ്. അപ്പൊ ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് എന്ന് പറയുന്നത് തീരെ പൊടിയായിട്ടുള്ളതാ. അതാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അരയ്ക്കുന്നതിനകത്തിട്ടങ്ങ് അരച്ചാൽ മതി. ഇത് ഇത്തിരി തരിയായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇട്ട ശേഷം അതിനകത്ത് ലേശം ചൂടുവെള്ളം ഒഴിച്ചിടാം. അപ്പൊ ഇത് ഇത്തിരി ചൂടുവെള്ളം ആകുമ്പോൾ ഇതിനകത്ത് കിടന്നങ്ങ് അലിയുമേ. ഇങ്ങനെ ഇരിക്കട്ടെ. ഞാനിവിടെ നമ്മുടെ ഈ ചായ ഗ്ലാസ്സിന് 4 ഗ്ലാസ് പച്ചരി, നമ്മുടെ ഇഡലി ദോശ ഉണ്ടാക്കുന്ന സാധാ പച്ചരിയാണ്, റേഷൻ കടയിൽ നിന്നും കിട്ടിയ പച്ചരിയാണ്, അല്ലാതെ സ്പെഷ്യലായിട്ടുള്ള പേരൊന്നും ഇതിനില്ല, നോർമൽ പച്ചരി. ഇത് 4 ഗ്ലാസ് നന്നായിട്ട് 6-7 മണിക്കൂർ കുതിർത്ത ശേഷം വാരി വെച്ചിരിക്കുന്നതാണ്. എത്രയും അരിയുണ്ടോ അതിന്റെ പകുതി തേങ്ങ, അതായത് തേങ്ങ എന്ന് പറയുന്നത് നേരത്തെയും ഞാൻ അപ്പത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വെറുതെ അങ്ങ് ഇടുവല്ല, നന്നായിട്ട് അമക്കി 2 ഗ്ലാസ്, കറക്റ്റ് 2 ഗ്ലാസ് തേങ്ങയുണ്ട് ഇത്. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ സ്പൂണിന് ഒരു 8 സ്പൂൺ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. പക്ഷെ ആ തനതായ ഒരു രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മധുരം ചേർത്തെങ്കിലേ അപ്പത്തിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ സമയം കൊണ്ട് നമ്മുടെ ഈസ്റ്റും നന്നായിട്ട് അലിഞ്ഞു, നന്നായിട്ട് ഫെർമെന്റ് ആയി വരുന്നുണ്ട്. നമുക്ക് അരയ്ക്കാൻ നേരം കുറച്ചുകൂടെ ആവും. അപ്പൊ ഞാനിപ്പോ 2 ട്രിപ്പായിട്ടാണ് അരയ്ക്കുന്നത്. കുറച്ചിപ്പോ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒത്തിരി ഒഴിക്കരുതേ. അപ്പൊ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇത് അരച്ച് കറക്റ്റ് സമയം നോക്കിയാണെങ്കിൽ 1 മിനിറ്റ് ഇത് അരച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കപ്പി കാച്ചിയാണ് ഉണ്ടാക്കുന്നത്. കറക്റ്റ് 1 മിനിറ്റ് ഇത് അരഞ്ഞിട്ടേ ഉള്ളൂ. ഇതിൽ നിന്നും ഈ സ്പൂണിന് 2 സ്പൂൺ, ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തു. 2 സ്പൂൺ എടുത്തു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ കപ്പി കാച്ചി കഴിഞ്ഞതിന് ശേഷം അരയ്ക്കാം. കാരണം ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറിയെങ്കിൽ മാത്രമേ നമ്മുടെ മാവിനകത്തിട്ട് അരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കപ്പി കാച്ചി വെക്കാം നമുക്ക്. അപ്പോഴത്തേക്ക് അത് തണുക്കുകയും ചെയ്യും, ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാവിട്ടു, അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം. ഇനി നമുക്ക് ഇത് അടപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കുമേ. പ്രത്യേകിച്ച് ഒരു തിള വന്നതിന് ശേഷം, അതായത് ഈ മാവ് നന്നായിട്ട് വേവണം. ഇപ്പൊ നന്നായിട്ട് തിളച്ചു, കണ്ടോ? ഒരു തിള വരുമ്പോഴേ അതങ്ങ് കുറുകുമേ. അധിക സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റിന്റെ ആവശ്യമേ ഈ കപ്പി കാച്ചാൻ. കണ്ടോ? ഒരു തിള വന്ന ഉടനെ അത് കുറുകി നന്നായിട്ട് വെന്തു. ചെറുതായിട്ട് ഇളക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങി, ഹാർഡായി. മനസ്സിലായോ? ഒന്ന് തിളച്ച് ഒരു ഇത്തിരി കഴിയുന്ന ഉടനെ ഇതിങ്ങനെ നല്ല സ്നോ പോലെ ആവും. ഓഫ് ചെയ്തു. അപ്പൊ ഇനി ഇത് നന്നായിട്ട് തണുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഈ ചൂട് പാത്രത്തിൽ നിന്നും വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വേണേലും വെക്കാം. ഞാനൊന്ന് മാറ്റി വെക്കട്ടെ, അപ്പൊ പെട്ടെന്ന് തണുക്കും. അപ്പൊ ഇനി ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കാരണം എനിക്ക് 2 ട്രിപ്പായിട്ട് അരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2ലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പകുതി തേങ്ങ ഇതിലും ഇടാം, പകുതി മറ്റേതിലും ഇടാം. കുറച്ച് പഞ്ചസാര, ഈസ്റ്റ് വെള്ളം ഒഴിച്ചു വെച്ചിരുന്നത് അത് മൊത്തം ഒഴിക്കുന്നില്ല, പകുതി. ഇനി ഇത് അരയാൻ ആവശ്യത്തിന് വെള്ളം കണക്കാക്കി ഒഴിക്കാം. വെള്ളം കൂടുതലാവരുത്. നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ആദ്യത്തെ അരച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ അരി ഇട്ടു, തേങ്ങ ഇട്ടു, ബാക്കി പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. കപ്പി കാച്ചിയത് നന്നായിട്ട് തണുത്തു, ഇത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലെ ജാറിന്റെ കപ്പാസിറ്റി അനുസരിച്ച് 2 പ്രാവശ്യമായിട്ടോ 3 പ്രാവശ്യമായിട്ടോ എങ്ങനെ വേണേലും അരച്ചെടുക്കാമേ. മാവെല്ലാം നന്നായിട്ട് അരച്ചെടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കണം, വലിയൊരു പാത്രത്തിൽ തന്നെ ഒഴിക്കണം. ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് നന്നായിട്ടത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു വലിയ പാത്രം തന്നെ എടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇതിപ്പോൾ ഒരു നോർമൽ മധുരമാണ്. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കാമേ. അപ്പോൾ അപ്പം എന്ന് പറയുമ്പോൾ പാലപ്പം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഉപ്പല്ല, മധുരമാണ്. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒത്തിരി ടൈറ്റായിട്ട് അടച്ചു വെക്കല്ലേ. കുറഞ്ഞതൊരു 7-8 മണിക്കൂറെങ്കിലും ഫെർമെന്റ് ആവാനായിട്ട് വെക്കണം. നമ്മുടെ മാവിന്റെ അവസ്ഥ കണ്ടോ. ഞാൻ രാവിലെയാണ് ഇത് അരച്ചു വെച്ചത്, രാവിലെ ഒരു 10:30. ഇപ്പോൾ 7 മണി കഴിഞ്ഞു. വലിയൊരു പാത്രമാണ് ഞാൻ വെച്ചത്. എന്നിട്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ മാവ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ടേ ചെയ്യാവൂ കേട്ടോ. അടിയിൽ ഇങ്ങനെ ഒരു പാത്രം വെച്ചിരിക്കണം. ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തു പോയതാ. 4 മണി കഴിഞ്ഞപ്പോഴേ പോയതാ കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മാവ് ഇങ്ങനെ പുറത്ത് ചാടുമെന്ന്. അപ്പോഴത്തേക്കും സൂക്ഷം പോലെ ചാടിപ്പോയി. അപ്പോൾ വരാൻ ഇച്ചിരി ലേറ്റായി. ഇനി വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൂവിന് പ്രധാനമായും വേണ്ടതാണ് തേങ്ങാപ്പാല്. തേങ്ങാപ്പാലിന് വേണ്ടി ഞാനിവിടെ 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഒരു തേങ്ങ ഫുള്ള്, അത് ചെറു തേങ്ങയായിരുന്നു. പിന്നെ ഒരു വലിയ തേങ്ങയുടെ അരമുറി. നമുക്ക് 2 ടൈപ്പ് പാല് വേണം. ഞാനിവിടെ 2 ഗ്ലാസ് ഒന്നാം പാലും 3 ഗ്ലാസ് രണ്ടാം പാലുമാണ് എടുക്കുന്നത്. അതിനുവേണ്ടി ആദ്യം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒത്തിരി അങ്ങ് അരയ്ക്കത്തില്ല, എന്നിട്ട് അരിച്ച് ഒന്നാം പാലെടുക്കും. രണ്ടാമത് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ തേങ്ങയെ അരച്ച ശേഷം രണ്ടാം പാലും എടുക്കും. ഇപ്പോൾ ഒരു പാൻ വെച്ച ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് ടേസ്റ്റും. അപ്പോൾ കഴിഞ്ഞ ബീഫിന്റെ റെസിപ്പി ഇട്ടതിൽ പലരും പറഞ്ഞു ബെൻസി ഓയിൽ കുറയ്ക്കൂ, ഭയങ്കര ഓയില്. നിങ്ങൾ എന്റെ കോമൺ ആയിട്ടുള്ള വ്ളോഗ് കണ്ടിട്ടില്ലേ? അതിൽ ഞാൻ കടുക് പൊട്ടിക്കേണ്ടതിന് പോലും ഞാൻ കടുക് കളിക്കാറില്ല. തേങ്ങ ചേർക്കുന്ന തോരനുകൾക്കൊന്നും എണ്ണ ചേർക്കാറില്ല. പക്ഷെ ഒരു സ്പെഷ്യൽ റെസിപ്പി കാണിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണിക്കണമല്ലോ, അതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. ആ റെസിപ്പിക്കകത്ത് നിങ്ങൾക്ക് എണ്ണ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, നെയ്യ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറയ്ക്കാം. അല്ലാതെ ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഞാൻ ഓയിൽ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ വ്ളോഗുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എണ്ണ ചൂടായി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഒന്ന് മൂപ്പിക്കാം. ഒന്ന് മൂത്ത പച്ചമണം മാറിയൊരു മണം വന്നാൽ മതിയേ, അത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഞാൻ 1 കിലോ ചിക്കൻ്റെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട. ഈ സവോള എന്ന് വാടാൻ ലേശം ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടണം, വിട്ടുപോയി. പച്ചമുളക് ഞാനിപ്പോൾ 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. എരി അനുസരിച്ചെടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല. ഈ പച്ചമുളകും പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെയും എരിയാണ്, അതിൻ്റെ ടേസ്റ്റാണ് മുമ്പിട്ട് നിൽക്കുന്നത്. ഇപ്പം ഇതാ സവോള ഏകദേശം നന്നായിട്ട് സോഫ്റ്റായി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ. ചിക്കൻ്റെ പീസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ എടുക്കുന്ന പീസ് എങ്ങനെയാണ് അതുപോലെ സെയിം. അപ്പോൾ ഇത് ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വഴട്ടാം. ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതായത് ആ ചിക്കൻ്റെ കളറ് മാറി വെള്ള കളറ് വരത്തില്ലേ, അതുപോലെ. ഇതിലേക്ക് 1 ക്യാരറ്റ് അരിഞ്ഞത്. ഇതിനകത്ത് പൊട്ടറ്റോയും ചേർക്കാറുണ്ട്. 1 പൊട്ടറ്റോ ചേർക്കാം, 1-2 പൊട്ടറ്റോ. ഞാൻ പൊട്ടറ്റോ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ സാധാരണ സ്റ്റൂവിന് തീർച്ചയായിട്ടും പൊട്ടറ്റോ ചേർക്കാറുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. കണ്ടോ ഇതിൻ്റെ കളറ് മാറി ഇപ്പം നല്ല വെള്ള കളറായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കുന്നത് തേങ്ങാപ്പാല്, രണ്ടാം പാല്. നമ്മുടെ ഈ തേങ്ങാപ്പാലിൽ കിടന്നാണ് ഇത് നന്നായിട്ട് വേവേണ്ടത്. അല്ലാതെ വെള്ളം നമ്മൾ ചേർക്കില്ല. നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് അടച്ചു വെക്കാം, വേവട്ടെ. ഞാൻ മീഡിയം തീയിലാണ് ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. ഇതിനു വേണ്ടി 7 ഏലക്ക, ഒത്തിരി വലുതല്ല, ചെറുതാണ്. 7 ഗ്രാമ്പൂ, പട്ട. ഇനി നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതും ഒരു 1/2 ടീസ്പൂൺ എടുത്തോണേ. അപ്പൊ എൻ്റെ കയ്യിൽ പെരിഞ്ചീരകം പൊടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അതായിരിക്കും ഞാൻ ഇടുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പൊ നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഓഫ് ചെയ്തു. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതിനകത്ത് തന്നെ ഇരുന്നാൽ അത് കരിഞ്ഞു പോകുമേ. അപ്പൊ നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനി ഇതിലേക്ക് ചെറിയ 2 തക്കാളി, വലുതാണെങ്കിൽ 1 എണ്ണം മതി, വേവട്ടെ. അപ്പൊ നമുക്ക് മസാലയൊന്ന് പൊടിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, ചെറുജീരകമല്ല, അതിന്റെ പൊടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് ഒത്തിരി പൗഡർ പോലെ അങ്ങ് പൊടിയണ്ട, ഇത്തിരി തരിതരിപ്പായിട്ട് മതിയേ.
ഇതൊന്ന് തുറന്നു നോക്കാം. മസാല ഒന്നും ഇട്ടിട്ടില്ല എങ്കിലും ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും ഒത്തിരി പൊടിയാതെ ചതച്ചിട്ടാലും മതി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ പരുവമാണോ എന്ന് നോക്കാം. കഷ്ണം വെന്തിട്ടില്ല, ഇനിയും വേവാനുണ്ട്. അപ്പം ചിക്കൻ എത്രയും വേവണോ അതനുസരിച്ചുള്ള തേങ്ങാപ്പാൽ ആദ്യം ഒഴിക്കണേ. അതായത് 2ാം പാല് ഇത്തിരി വെള്ളം കൂട്ടിയെടുക്കാം. അപ്പം ഞാനിതിൽ നമ്മുടെ സ്റ്റൂ കൊഴുക്കാൻ വേണ്ടി മൈദയോ കോൺഫ്ലോറോ ഒന്നും ചേർക്കുന്നില്ല. അതേ രീതിയിൽ ആ തേങ്ങാപ്പാലിന് എത്രയും കൊഴുപ്പുണ്ടോ അത് മാത്രമേ ഈ കറിക്ക് ഞാൻ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൊഴുപ്പ് വേണം എന്നുണ്ടെങ്കിൽ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോർ അതായത് ചോളപ്പൊടി സവാളയൊക്കെ വഴറ്റുമ്പോൾ അതിലിട്ട് മൂപ്പിക്കാം. അപ്പം ഇത്രയിട്ട് ഇളക്കുന്നത് കൊണ്ട് പൊടിഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട, വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവട്ടെ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു. ഒരു ഇത്തിരി എരി കുറവുണ്ട്, ഞാനതുകൊണ്ട് കുറച്ചുകൂടി കുരുമുളക് കൂടി ചേർക്കുവാണേ. അതപ്പം നിങ്ങൾക്ക് എരി അനുസരിച്ച് ചേർത്താൽ മതി. ഇപ്പം ഈ കളറ് മാറ്റം കറിയുടെ നമ്മുടെ മസാലയുടെയൊക്കെ കളറാണ്, അല്ലാതെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കുന്നത് നമുക്ക് എത്രയും ഗ്രേവി വേണോ അതനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. കാരണം ഇതിൽ വേറെ എക്സ്ട്രാ നമ്മൾ വെള്ളമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല, അതനുസരിച്ചാണ്. ഇതിപ്പോൾ അപ്പം കഴിക്കാനായിട്ട് ഇത്രയും വേണം, ഇരുന്നും കുറുകും. അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ കണക്കിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം. ഇത് അത്യാവശ്യം നല്ല കൊഴുപ്പും ഉണ്ട് കറിക്ക്. നമ്മൾ കൊഴുക്കാൻ വേണ്ടി ഒന്നുമേ ചേർത്തിട്ടില്ല ഇതിനകത്ത്. ഇനി നമുക്ക് കടുതാളിക്കാം. അപ്പോൾ കടുതാളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുതാളിക്കുന്നത്. കടുക്, കൊച്ചുള്ളി തന്നെ എടുക്കണേ ഉണ്ടെങ്കിൽ, ഇതിന് കൊച്ചുള്ളി തന്നെയാണ് ടേസ്റ്റ്. വലുതും ചെറുതുമായിട്ടൊരു 10 കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. കറിവേപ്പില, വറ്റൽമുളക് നന്നായിട്ട് മൂത്തു. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മാവിൻ്റെ അവസ്ഥ കാണിച്ചായിരുന്നല്ലോ, ഞാൻ അതുപോലെ വെച്ചിരിക്കുക, അവിടുന്ന് മാറ്റിയിട്ടില്ല. അതേ ഊറി വീഴുന്നുണ്ട്. അത് ഞാൻ പിന്നെ ചെയ്തോളാം. ഇപ്പം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ അമ്മച്ചിമാരൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ അപ്പത്തിന് വേണ്ടി അരച്ച് വെച്ചിട്ട് എല്ലാവരും പൊതുവേ ചെയ്യുന്നത് ഇത് ഭയങ്കരമായിട്ട് ഇളക്കി യോജിപ്പിക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ മേളിൽ നിന്ന് തന്നെ ഇങ്ങനെ കോരി വേണം അപ്പം ഉണ്ടാക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കറക്കി കൊടുക്കാം. എന്തോരം സോഫ്റ്റാന്ന് നോക്കി, പഞ്ഞി പോലെ കണ്ടോ. അപ്പം മാവ് നിങ്ങൾക്ക് അപ്പം എത്രയും വലിപ്പം വേണോ അതനുസരിച്ച് എടുക്കാമേ. അപ്പച്ചട്ടിയിൽ മാവ് ഒഴിച്ചിട്ട് ഒരേ ഡയറക്ഷനിലായിരിക്കണം പരത്തേണ്ടത്. ഒരു പ്രാവശ്യം വലത്തോട്ട് തിരിച്ചിട്ട് പിന്നെ ഇടത്തോട്ട് തിരിക്കരുത്, അങ്ങനെ തിരിക്കരുത്. ഒരേ ഡയറക്ഷനിൽ തന്നെ തിരിച്ച് വേണം അപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ ചേച്ചിയെ ഞങ്ങളെയും കൊണ്ട് ഒട്ടും പറ്റത്തില്ല പാലപ്പം ഉണ്ടാക്കാൻ, അല്ലെ സ്റ്റൂ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആരൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇപ്രാവശ്യം ഇതുണ്ടാക്കിയെന്ന് എന്നെ അറിയിക്കുകയും വേണം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അറിയിക്കുകയും വേണം. നിങ്ങൾ നേരത്തെ ട്രയൽ ചെയ്ത് നോക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഫോളോ ചെയ്താൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അത് എൻ്റെ ഗ്യാരണ്ടിയാണ് കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾക്ക് തെറ്റത്തില്ല, ഉറപ്പാണത്. അല്പം ഗ്രേവി കൂടുതലിട്ട് തന്നെ ഇത് ഓഫ് ചെയ്തോണേ. കാരണം ഇരിക്കും തോറും ഇത് കുറുകും, തേങ്ങാപ്പാലാണ് കുറുകും. അല്പം വെള്ളം പോലെ തന്നെ ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, അത് നന്നായിട്ട് കുറുകിക്കോളും. അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി കൊഴുപ്പ് കുറവാണെങ്കിലും നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും ഇതുപോലൊരു കിടിലൻ ഡിഷുമായി ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു, ടാറ്റ.